എന്തായാലും നമ്മുടെ മോഡി അണ്ണൻ നല്ല പരിപാടിയാണ് കാണിച്ചത്. അണ്ണനെ ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവന്ന സവർണ ഹിന്ദുവൊക്കെ നല്ല പണി കൊടുത്തു, നല്ല മുട്ടം പണി കൊടുത്തിരിക്കുകയാണ് മോഡി അണ്ണൻ. ഇനിയിപ്പോൾ സവർണർ എന്ത് ചെയ്യും? എല്ലാവരും തെരുവിലാണ്. നോർത്ത് ഇന്ത്യ മൊത്തം സവർണരുടെ പൂണ്ട് വിളയാട്ടമാണ് തെരുവുകളിൽ നടക്കുന്നത്. അതായത് ഒന്നുമില്ല. UGC 26 പുതിയ നിയമം കൊണ്ടുവരികയാണ്. അത് ബില്ല് പാസ്സായിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവാണ് മോഡി സർക്കാർ. അപ്പോൾ അതിനെതിരായിട്ട് സവർണരും പ്രതിഷേധവുമായി റോഡിലാണ്. മോഡീനെ തെറി വിളിക്കുന്നു, മോഡിയുടെ കോലം കത്തിക്കുന്നു. അതായത് ജയിപ്പിച്ചു വിട്ടവർ തന്നെ ഇപ്പോൾ എതിരായിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ UCC യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ജയിപ്പിച്ചു വിട്ടത്. UCC മാറി ഇപ്പം കൊണ്ടുവന്നത് UGC ആണ്. UGC പറഞ്ഞ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ. അതായത് പുതിയ യൂണിവേഴ്സിറ്റി നിയമപ്രകാരം SC ST OBC വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും കുട്ടികളെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക, മർദ്ദിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അകത്താകും. വളരെ സ്ട്രിക്റ്റായ നിയമമാണ് കൊണ്ടുവരാൻ പോണത്. അത് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് പിന്നോക്ക SC ST വിഭാഗക്കാരെ ആക്രമിക്കുകയും അവരെ തെറി വിളിക്കുകയും അവർക്ക് കുടിവെള്ളം കൊടുക്കാതിരിക്കുകയും അങ്ങനെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്ന ഉന്നത കുലജാതന്മാർക്ക് മുട്ടം പണിയാണ്. കാരണം അവർ ഭയങ്കര ഉന്നത കുലത്തിൽ ജനിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ഇപ്പം ബാക്കി പിന്നോക്ക SC ST OBC വിഭാഗക്കാർ അവർക്ക് തുല്യരായി ഇരിക്കാൻ പോവുകയാണ്. തുല്യത കിട്ടുകയാണ്. അത് അവരെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം എല്ലാവരും കൂടി മോഡിക്കെതിരായിട്ട് ഇറങ്ങിയിരിക്കുക. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. ഹിന്ദു രാഷ്ട്രം എന്നും പറഞ്ഞിട്ട് മോഡീനെ കയറ്റിവിട്ട് ഇപ്പോൾ അവരെല്ലാവരും കോൺഗ്രസ് ജയിച്ചാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ അവർക്ക് കോൺഗ്രസിനെയും ജയിപ്പിക്കാൻ പറ്റില്ല, BJPയും ജയിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കക്ഷത്തിലുള്ളത് ഇട്ട് പോകാനും പാടില്ല, ഉത്തരത്തിലുള്ള എടുക്കും വേണമെന്ന് പറഞ്ഞ പരിസ്ഥിതിയായി ഉന്നത കുലജാതന്മാരുടേത്. കേരളത്തിൽ എത്രത്തോളം അതിൻ്റെ പ്രചാരം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷേധങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര പ്രതിഷേധം നടക്കുന്നുണ്ട്. ഒരുപാട് ഉത്തർപ്രദേശിലൊക്കെ യോഗിയുടെ പോലീസ് അവരെ തല്ലുന്നുമുണ്ട്. അവരെ ഭരണത്തിൽ കയറ്റിയവരെ തന്നെ അവർ തല്ലുന്നുണ്ട്. പലരും അതിനെതിരായിട്ട് ഭീം ആർമി അതുപോലെ തന്നെ SC ST OBC വിഭാഗക്കാരുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ അതിന് മോഡി അനുകൂലിച്ചും സംസാരിക്കുന്നുണ്ട്. അത് അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഈ നിയമം ഇഷ്ടമല്ലാത്ത ഉന്നത കുലജാതന്മാരൊക്കെ ബംഗ്ലാദേശിലേക്ക് പോകാനാണ് പറയുന്നത്. കാരണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊല്ലുന്നേന്നും പറഞ്ഞിട്ട് കുറേ ഉന്നത കുല ഹിന്ദുക്കൾ നിലവിളിച്ചിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അവരുടെ കൂടെ പോയി അവരെ സംരക്ഷിക്കൂ എന്നുള്ള രീതിയിൽ അവരാക്കിയിട്ടുള്ളൊരു ഇതാണ്. എന്തായാലും ഭയങ്കര രസകരമായ സംഭവങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ന്യൂസുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇതുപോലുള്ള രസകരമായ കാര്യങ്ങളും വാർത്തകളും സത്യസന്ധമായ വിവരങ്ങൾ നേരിൽ അറിയുന്നതിന്, നേരിട്ടും നേരത്തെയും അറിയുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്